വാഗമരത്തിൻ്റെ ചുവട്ടിൽ കൊഴിഞ്ഞു വീണ ചുവന്ന പൂക്കൾക്കിടയിൽ തളർന്നിരുന്ന അനഘ സാവധാനം എഴുന്നേറ്റു. അവളുടെ മനസ്സിനേക്കാൾ ഭാരം ആ നിമിഷം അവളുടെ പാദങ്ങൾക്കുണ്ടായിരുന്നു. ഫോണിൽ പതിയുന്ന ശ്രദ്ധ മാറ്റാതെ തന്നെ അഭിരാം അവളോട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ? അകത്തെരിയുന്ന കനൽ പുറത്തു കാട്ടാതെ മുഖത്തൊരു നുണച്ചിരി വരുത്തി അവൾ പറഞ്ഞു, സമയം 3 സർ, എനിക്ക് വീട്ടിൽ പോകണം. അഭിരാമിൻ്റെ നെറ്റിത്തടം ഒന്ന് ചുടഞ്ഞു. അവൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വാ, ഞാൻ നിന്നെ വീട്ടിലാക്കാം. ഇന്ന് വീട്ടിൽ അപ്പച്ചിയും മക്കളും ഒക്കെ വരുന്നുണ്ട്. പോകുന്ന വഴിയിൽ അവർക്ക് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം. അതും കൂടി കേട്ടതോടെ അവളുടെ ഉള്ളിലെ അസ്വസ്ഥത ഇരട്ടിച്ചു. ഈ നിശ്ചയവും ഈ ബന്ധവും തനിക്ക് താല്പര്യമില്ലെന്ന് അച്ഛനോട് എത്രയോ വട്ടം പറഞ്ഞതാണ്. പക്ഷെ അച്ഛൻ തൻ്റെ തീരുമാനം ഉറച്ചു നിൽക്കുന്നു. നീ അവനെയും ഓർത്ത് ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. നിന്റെ ജാതകം ഞാൻ പണിക്കരെ കാണിച്ചിരുന്നു. ഈ മാസത്തിനുള്ളിൽ തന്നെ നിന്റെ വിവാഹം നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അഭിയാണെങ്കിൽ നല്ല പയ്യനുമാണ്, നല്ല ജോലിയുമുണ്ട്, നമുക്ക് ചേർന്ന കുടുംബവുമാണ്. അച്ഛൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ തനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അമ്മയും അച്ഛൻ്റെ പക്ഷത്താണ്. അവനെ മറക്കാൻ നോക്കാനൊക്കെ. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാന്യമായി നിന്റെ വീട്ടിൽ വന്ന് ആലോചിക്കണമായിരുന്നു. അല്ലാതെ കോളേജിൽ നിന്റെ പിന്നാലെ നടന്ന് പ്രണയം പറയുകയല്ല വേണ്ടത്. അമ്മയുടെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ പുതിയ മുറിവുകൾ തീർത്തു. സ്നേഹിച്ചവൻ്റെ ഓർമ്മകളും വീട്ടുകാരുടെ നിർബന്ധങ്ങളും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിലായിരുന്നു അവൾ അപ്പോഴും. വാഗമരത്തിൻ്റെ തണലിൽ നിന്നും വെയിലിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ജീവിതം ഒരു വലിയ ശൂന്യതയിലേക്ക് നീങ്ങുകയാണെന്ന് അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. അഭിരാം തൻ്റെ ബാഗ് സ്റ്റാർട്ട് ചെയ്ത് അനഘയുടെ അരികിലേക്ക് വന്നു നിന്നു. ആ ഇരിപ്പിടത്തിലേക്ക് കയറാൻ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ എതിർത്തു നിൽക്കാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് ഒരു നിശ്വാസത്തോടെ അവൾ അവൻ്റെ പിന്നിലിരുന്നു. അതെല്ലാം ദൂരെ തൻ്റെ കാറിനുള്ളിലിരുന്ന് ഈ കാഴ്ച കാണുകയാണ്. സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ പകയുടെ കനലെരിഞ്ഞു. അവൻ്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുക്കി. വിരലുകളിലെ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. പ്രിയപ്പെട്ടതാരോ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ മൃഗത്തിൻ്റെ അസ്വസ്ഥതയോടെ അവൻ ആ ബൈക്കിനെ നോക്കി പല്ലു ഞെരിച്ചു. മറുഭാഗത്ത് അഭിരാമിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തുടികൊട്ടി. താൻ അത്രമേൽ മോഹിച്ച പെണ്ണ് ഇതാ തൻ്റെ തൊട്ടുപിന്നിൽ. ബൈക്കിൽ ഓരോ ചലനത്തിനും അവളുടെ മൃദുവായ ശരീരം തന്നിൽ സ്പർശിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പുണരുകൾ പായുന്നത് പോലെ തോന്നി. പഠിക്കുന്ന കാലം തൊട്ടേ തൻ്റെ ഉള്ളിൽ കുടിയേറിയ ആ വിടർന്ന കണ്ണുകളും തുടുത്ത മുഖവുമുള്ള സുന്ദരിയെ തൻ്റേതാക്കാൻ അവൻ എത്രമാത്രം കൊതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലളിതാമ്മയെ അവരുടെ വീട്ടിലേക്ക് ആലോചനയുമായി അയക്കാൻ അവൻ നിർബന്ധം പിടിച്ചതും. സിദ്ധാർത്ഥും ശ്വേതയും തമ്മിലുള്ള വിവാഹം നിശ്ചയം ഉറപ്പിച്ചതും അഭിരാമിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. തൻ്റെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സം നീങ്ങിയെന്ന സന്തോഷത്തിൽ അവൻ ബൈക്കിൻ്റെ വേഗത കൂട്ടി. കാറ്റിൽ പറക്കുന്ന അവളുടെ മുടിയിഴകൾ തൻ്റെ മുഖത്ത് തഴുകുമ്പോഴും അവൾ ഇത്രയെടുത്ത് തന്നോടൊപ്പമുണ്ടല്ലോ എന്ന യാഥാർത്ഥ്യം അവനെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. എന്നാൽ അനഘയുടെ മനസ്സ് ഇതൊന്നും അറിയാതെ അദൃശ്യമായ ഏതോ വേദനകളുടെ കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. അഭിരാമിൻ്റെ ബൈക്ക് ദൂരേക്ക് മറയുന്നത് നോക്കി നിൽക്കാൻ സിദ്ധാർത്ഥിന് കഴിഞ്ഞില്ല. സ്റ്റിയറിംഗിൽ മുറുകിയ അവൻ്റെ കൈകൾ രക്തയോട്ടം നിലച്ചതുപോലെ വെളുത്ത് തയ്ച്ചിരുന്നു. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദത്തോടെ ആ കറുത്ത കാർ മുന്നോട്ട് കുതിച്ചു. മുന്നിൽ പോകുന്ന ബൈക്കിനെ കൃത്യമായ അകലത്തിൽ പിന്തുടരുമ്പോൾ അവൻ്റെ കണ്ണുകൾ അനഘയിലായിരുന്നു. അഭിരാമിനോട് ചേർന്നിരിക്കുന്ന അവളുടെ ഓരോ ചലനവും അവൻ്റെ ഉള്ളിൽ തീ കോരിയിട്ടതുപോലെയായി. അവൾ എൻ്റേതാണ്, എൻ്റേതു മാത്രമായിക്കേണ്ടവൾ. സിദ്ധാർത്ഥൻ പല്ലുകൾ ഞെരിച്ചു. തൻ്റെ ജീവിതത്തിലേക്ക് ശ്വേതയെ കെട്ടിവെക്കാൻ വീട്ടുകാരെടുത്ത തീരുമാനം അവന് ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. പക്ഷെ ആ നിമിഷം അവൻ പ്രധാനം മുന്നിൽ പോകുന്ന ആ ബൈക്കിനെ തടയുക എന്നതാണ്. ബൈക്കിൻ്റെ റിയർ വ്യൂ മിററിലൂടെ പിന്നാലെ വരുന്ന കാറിനെ അഭിരാം ശ്രദ്ധിച്ചിരുന്നു. അത് സിദ്ധാർത്ഥാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അനഘയെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ബൈക്കിൻ്റെ വേഗത കൂട്ടി. കാറ്റിൽ അവളുടെ ധാവണിത്തുമ്പ് പറന്ന് തൻ്റെ തോളിൽ തഴുകുന്നതവൻ ആസ്വദിച്ചു. അനഘ ഇതൊന്നും അറിയാതെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. തൻ്റെ പിന്നിൽ ഒരു കൊടുങ്കാറ്റായി സിദ്ധാർത്ഥൻ വരുന്നുണ്ടെന്ന്, തന്നെ ചേർത്ത് പിടിക്കാൻ അഭിരാം പദ്ധതികൾ മെനയുന്നുണ്ടെന്നും അവൾ അറിഞ്ഞില്ല. റോഡിലെ തിരക്കിനിടയിലൂടെ ആ കാറും ബൈക്കും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാനാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെ സിദ്ധാർത്ഥിൻ്റെ കാർ ബൈക്കിന് തൊട്ടു പിന്നിലെത്തി. ചെമ്മൺ പാതയിലൂടെ
ചെമ്മൺ പാതയുടെ വിജനതയിൽ അഭിരാം ബൈക്ക് നിർത്തി. സിദ്ധാർത്ഥിന്റെ കാർ അല്പം അകലെയായി നിശ്ചലമായി. ബൈക്കിൽ നിന്നിറങ്ങിയ അനഘയുടെ കൂടെ നടക്കാൻ അഭിരാം തുനിഞ്ഞെങ്കിലും അവൾ തറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാർ പൊയ്ക്കോളൂ, ഞാൻ നടന്നോളാം. അഭിരാം ബൈക്ക് തിരിച്ചു വളവ് തിരിഞ്ഞു മറിഞ്ഞതും കാറിൽ നിന്നിറങ്ങിയ ബലിഷ്ഠമായ ഒരു കൈ അനഘയെ ശക്തമായി പിടിച്ചു വലിച്ചു. ഒന്ന് ഞെട്ടിപ്പോയവൾ തന്റെ കൈകളിൽ മുറുകിയ വിരലുകളിലും പിന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിലേക്കും മാറി മാറി നോക്കി. സർ, വിടണം, എനിക്ക് പോണം. അവളുടെ ശബ്ദത്തിൽ പരിഭ്രമം നിഴലിച്ചു. സിദ്ധാർത്ഥൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവന്റെ ചൂടുള്ള ശ്വാസം അവളുടെ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ടപ്പോൾ അവൾക്ക് ഒരു നിമിഷം അവനെ ഭയം തോന്നി. നാളെ എൻ്റെ നിശ്ചയമാണ് സർ, ആരെങ്കിലും കാണും, വെറുതെ അത് മുടക്കരുത്, അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. സിദ്ധാർത്ഥൊന്നും മിണ്ടിയില്ല. കത്തുന്ന കണ്ണുകളോടെ അവളെ തന്നെ നോക്കി നിന്നവൻ. പിന്നെ ഒരു പരിഹാസത്തോടെ അവൻ അവളോടായി ചോദിച്ചു, ഓ, അപ്പോ നിനക്ക് അവനെ തന്നെ മതി അല്ലേടി? ശ്വേതയുമായുള്ള എൻ്റെ നിശ്ചയം നടക്കില്ല എന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞ? അതിൻ്റെ വാശിയിലല്ലേ നീ അവനെ കെട്ടാൻ സമ്മതിച്ചത്? അനഘ മുഖം തിരുക്കാൻ ശ്രമിച്ചു. പക്ഷെ സിദ്ധാർത്ഥൻ അവളുടെ താടിയിൽ പിടിച്ചു മുഖം തൻ്റെ നേർക്ക് ബലമായി തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് സിദ്ധാർത്ഥൻ്റേത് മാത്രമായിരിക്കും. നിന്റെ ശരീരത്തിൽ ഏക അവകാശിയും ഈ സിദ്ധാർത്ഥൻ മാത്രമാണ്, കേട്ടോടി? അവന്റെ വാക്കുകൾ ഒരു ഭീഷണി എന്നോണം അവളുടെ കാതിൽ മുഴങ്ങി. പെട്ടെന്ന് അവളുടെ വിറയ്ക്കുന്ന അതിരങ്ങളിലേക്ക് അവന്റെ മുഖം അടുത്തു. അവളുടെ പഴയ ചുണ്ടുകൾ മൃദുവായൊന്ന് കടിച്ചുകൊണ്ട് അവൻ അവന്റെ പ്രണയവും പകയും ഒരുപോലെ മുദ്രവെച്ചു. അവൾ അവന്റെ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി. മതി, നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. കണ്ണുകളിൽ തീഷ്ണതയോടെ അവൾ പറഞ്ഞു, എൻ്റേത് മറ്റൊരാൾക്ക് സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമല്ല അനഘ. അവന്റെ ഉറച്ച ശബ്ദം അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. അവൾ തൻ്റെ ധാവണി തുമ്പ് കൊണ്ട് ചുണ്ടുകൾ അമർത്തിച്ചു തുടച്ചു. നിങ്ങൾക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീട്ടുകാരെയും കൂട്ടി എൻ്റെ വീട്ടിൽ വരണമായിരുന്നു. അതിന് നിങ്ങൾ മുതിർന്നില്ലല്ലോ. അതിനർത്ഥം എന്നെ വേണ്ട എന്നല്ല, എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളായതുകൊണ്ടല്ലേ, ദരിദ്രരായതുകൊണ്ടല്ലേ? അവൾ രോഷത്തോടെ അവനോട് ചോദിച്ചു. ആരു പറഞ്ഞു ഞാൻ വരില്ലെന്ന്? നിന്റെ അച്ഛനെ കാണാൻ ഞാനും രുദ്രനും വരാനിരുന്നതാണ്. പക്ഷെ അതിനിടയിലാണ് ശ്വേതയും വിശ്വനാഥനും ചേർന്ന് എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിലാക്കിയതും. അതുകൊണ്ടാടി നിന്റെ അടുത്തേക്ക് എത്താൻ ഇത്ര വൈകിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നീ അഭിരാമിന് വിരൽ കാണിച്ചു കൊടുത്താൽ ആ നിമിഷം ഞാൻ അവിടെ എത്തും. മര്യാദയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോ, അല്ലെങ്കിൽ ഞാൻ വരുന്നത് നിനക്ക് താങ്ങാൻ കഴിയില്ല. അവളെ ഒന്നുകൂടി തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് വിറപ്പിക്കുന്ന സ്വരത്തിൽ അവൻ അവളോടായി പറഞ്ഞു നിർത്തി. അനഘയെ ആ നിശബ്ദതയിൽ തനിച്ചാക്കി സിദ്ധാർത്ഥിന്റെ കാർ വേഗത്തിൽ റിവേഴ്സ് എടുത്ത് പാഞ്ഞുപോയി. അവന്റെ ഓരോ വാക്കുകളും ഒരു മന്ത്രം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. വീടിന്റെ പടികൾ ഓരോന്നായി കയറുമ്പോഴും നാളെ നടക്കാൻ പോകുന്ന നിശ്ചയത്തെക്കുറിച്ചുള്ള ആദി അവളുടെ ഉള്ളിൽ ഒരു കല്ലുപോലെ ഭാരമായി നിന്നു. എന്നാൽ വീടിനുള്ളിൽ ദൃശ്യം മറ്റൊന്നായിരുന്നു. അഭിരാമിന്റെ വീട്ടിൽ നിന്നും നിശ്ചയത്തിനുള്ള വസ്ത്രങ്ങളുമായി ബന്ധുക്കൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഉമ്മറത്തേക്ക് കയറി വന്ന അനഘയെ കണ്ടതും അവിടെ ഉണ്ടായിരുന്നവരുടെ സംസാരം പെട്ടെന്ന് നിലച്ചു. എൻ്റെ ഈശ്വര, എന്തൊരു ഐശ്വര്യമുള്ള കുട്ടി, ആരോ അടക്കം പറഞ്ഞു. സന്ധ്യാവെളിച്ചത്തിൽ അവളുടെ മുഖത്തെ മ്ലാനത പോലും ഒരു പ്രത്യേക ചന്തമായി അവർക്ക് തോന്നി. എല്ലാവരുടെയും കണ്ണുകൾ ഒരേ സമയം അനഘയിൽ അഭിരാമിലേക്കും മാറി മാറി പതിഞ്ഞു. മോൾ സുന്ദരിയാണ്, നമ്മുടെ അഭിക്കുഞ്ഞിന് എല്ലാം കൊണ്ടും ചേരും അല്ലേടി? അഭിരാമിന്റെ അപ്പച്ചി തൻ്റെ മകൾ അതുല്യയുടെ തോളിൽ തട്ടി ആവേശത്തോടെ ചോദിച്ചു. അപ്പച്ചിയുടെ വാക്കുകൾ കേട്ടതും അതുല്യയുടെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തു. അവൾ അനഘയെ പുച്ഛത്തോടെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ഓ, കുറച്ച് തൊലിവെളുപ്പുണ്ടെന്നേ ഉള്ളൂ, അതിനപ്പുറം വലിയ മെച്ചമൊന്നും ഞാൻ കണ്ടില്ല, അവൾ ചുണ്ട് വക്രിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അപ്പച്ചി അവളെ രഹസ്യമായി ഒന്ന് നുള്ളി. നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് അവനെ ഇഷ്ടമായിട്ട് കാര്യമില്ല, അവന് കൂടി നിന്നെ വേണമല്ലോ. നിന്നോട് എത്ര തവണ പറഞ്ഞു അവൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ, നീ അതിന് തയ്യാറായില്ല. അപ്പോൾ അവന് ഇഷ്ടമുള്ള പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തി. അപ്പച്ചിയുടെ വാക്കുകൾ അതുല്യയിൽ കൂടുതൽ വാശി നിറച്ചു. അവൾ തൻ്റെ അമ്മയൊന്ന് നോക്കി പല്ല് ഞെരിച്ചു. ദാരിദ്ര്യം പിടിച്ചവൾ. അനഘയുടെ നേർക്ക് നോക്കി അതുല്യയുടെ ശബ്ദം താഴ്ത്തി പറഞ്ഞെങ്കിലും അത് കൃത്യമായി അഭിരാം കേട്ടിരുന്നു. അഭിരാം പതുക്കെ
തലയുയർത്തി അതുല്യയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന് ഒരു താക്കീതായിരുന്നു. അന്തരീക്ഷത്തിൽ അല്പം മുമ്പ് ഉണ്ടായിരുന്ന സന്തോഷം പതുക്കെ ഒരു അസ്വസ്ഥതയിലേക്ക് മാറുന്നത് അനഘ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. അഭിരാമിന് തന്നോടുള്ള പ്രണയവും അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെയും. അതുല്യയുടെ പകയും സിദ്ധാർത്ഥിൻ്റെ ഭീഷണിയും താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു.